കാനഡയിലെ 50,000-ഓളം വരുന്ന സീറോ മലബാർ സഭാവിശ്വാസികളുടെ തലവനും മിസ്സിസാഗ രൂപതയുടെ പ്രഥമ മെത്രാനുമായ ബിഷപ്പ് മാർ ജോസ് കല്ലുവേലിൽ പിതാവാണ് ഇന്നത്തെ വോയിസ് ഓഫ് ദി ചർച്ചിൽ നമ്മോടൊപ്പമായിരിക്കുക. പിതാവേ, വെൽക്കം. താങ്ക് യു. പിതാവിൻ്റെ ഒരു ജീവിതയാത്രയാണ് ഞങ്ങൾക്ക് ആദ്യം കേൾക്കേണ്ടത്. അതായത് പൗരോഹിത്യം എന്ന വിളിയോട് ഒരു യെസ് പറഞ്ഞ് ഇപ്പോൾ കാനഡയിൽ എത്തി നിൽക്കുന്നു. കാനഡയിലെ പ്രഥമ മെത്രാനായി, മിസ്സിസാഗ രൂപതയുടെ പ്രഥമ മെത്രാനായി പിതാവ് സേവനമനുഷ്ഠിക്കുന്നു. ഈ ഒരു യാത്രയെക്കുറിച്ച് ഞങ്ങൾക്കറിയാനൊരു ആഗ്രഹമുണ്ട്. ഒന്ന് ചുരുക്കി അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ തന്നെ പൗരോഹിത്യ വിളിയെക്കുറിച്ച് തുടർന്ന് കർത്താവ് നൽകിയ ഈ മേൽപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു തിരുവചനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ദൈവമേ, അങ്ങയുടെ അവർണ്ണനീയമായ ദാനത്തിന് സ്തുതി. കാരണം എൻ്റെ യോഗ്യതയോ എൻ്റെ അയോഗ്യതയോ ഒന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം എന്നെ വിളിച്ചു. 84 ഡിസംബർ 18 ഞാൻ പാലക്കാട് കത്തീഡ്രൽ പള്ളി വെച്ച് അഭിവന്യ ജോസഫ് ഇരുമ്പൻ പിതാവിൻ്റെ വൈദിക ശുശ്രൂഷയുടെ വൈദികനാകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള 2 പള്ളികളുടെ ചാർജും അതോടൊപ്പം തന്നെ ഒരു തൊട്ടടുത്തുള്ള ഒരു ബോയ്സ് ഹോമിൻ്റെ ഡയറക്ടർ സ്ഥാനമാണ് ആദ്യം ഏൽപ്പിച്ചത്. ഒരു 5 വർഷത്തെ അവിടുത്തെ അജപാന ശുശ്രൂഷകൾ കഴിഞ്ഞ് ഞാൻ രൂപതയുടെ മതബോധന ഡയറക്ടറായിട്ട് പന്തലാമ്പാടത്ത് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. 12 വർഷം ആ മേഖലയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. ആ 12 വർഷത്തെ മതബോധന ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ പാരൻസിന് ആദ്യം വിശ്വാസം പരിശീലനം ശരിക്കും കിട്ടണം. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. അതിന് ഒരുക്കമായിട്ട് ലൈസൻഷ്യേറ്റ് ഞാൻ പാസ്റ്റർ കെയർ ഫോർ മൈഗ്രൻസ് എന്നൊരു വിഷയമാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എന്നെ കാനഡയിലേക്ക് കർത്താവ് ഒരുക്കുകയായിരുന്നു. കാനഡയിലെത്തിയിരിക്കുന്ന മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. ലൈസൻഷ്യേറ്റും ഡോക്ടറേറ്റും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പാലക്കാട് വരുന്നു. കത്തീഡ്രൽ പള്ളിയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലുമൊക്കെ ശുശ്രൂഷ ചെയ്ത് ഞാൻ 2013 കാനഡയിലെത്തുന്നത്. കാനഡ മിസ്സിസാഗ സ്കാർബറോ 2 പള്ളികളുടെ വികാരിയായിട്ട് 2 വർഷം അവിടെ കഴിയുന്നു. ആ 2 വർഷം വാസ്തവത്തിൽ കാനഡയെക്കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് ഇൻഫർമേഷൻ കിട്ടാൻ കാരണമായി. 2015 സെപ്റ്റംബർ മാസം 19 ഞാൻ മെത്രാനായി അഭിഷിക്തനാകുന്നതും സീറോ മലബാർ അപ്പോസ്തോലിക് എക്സാർഗേറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 3 വർഷം കൊണ്ട് ആ എക്സാർഗേറ്റിനെ ഒരു എപ്പാർക്കിയായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ദൈവം കണ്ണിലെ കൃഷ്ണപൊടി പോലെ നമ്മളെ വളർത്തുകയായിരുന്നു. ഇന്ന് 28 അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 9 സിസ്റ്റേഴ്സിന് ശുശ്രൂഷയുണ്ട്. കാനഡയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് സ്കാർബറോ ഇടവകയിൽ, ഞാൻ ആദ്യം ശുശ്രൂഷ തുടങ്ങിയ ഇടവകയിൽ നിന്ന് തന്നെ ഒരാൾ വൈദികനായി അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ടം ഈ നവംബർ മാസം 18 കഴിഞ്ഞു. ഇന്ന് 10 സെമിനാരിക്കാർ വിവിധ സെമിനാരികളിലായിട്ട് മിസ്സിസാഗ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയിൽ ദൈവം എങ്ങനെ വളർത്തി കൊണ്ടുപോരുകയാണ്. പിതാവേ, കാനഡയിൽ ഉടനീളം മിഷൻ കേന്ദ്രങ്ങളായും ഇടവകകളായും സീറോ മലബാർ സഭാ സമൂഹം അതിവേഗം വളരുന്നൊരു കാലഘട്ടമാണിത്. ആ ഒരു വളർച്ച, ആ ഒരു മുന്നേറ്റം, അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് തോന്നുന്നത്? അതോടൊപ്പം തന്നെ എത്ര കണ്ട് അതൊരു പ്രതീക്ഷാ നിർഭരമാണ് ആ ഒരു വളർച്ച? ഇവിടെ ഞാൻ വാസ്തവത്തിൽ വലിയൊരു ദൈവിക പരിപാലനം ഞാൻ കാണുകയാണ്. 2013 ഞാൻ ചെല്ലുന്നു. 2 വർഷം കൊണ്ട് അത്യാവശ്യം ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2015 അവിടെ അപ്പോസ്തോലിക് എക്സാർഗേറ്റ് തുടങ്ങുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നൊരു കാറ്റഗറി അവിടെ ഇല്ല.
അന്ന് SMIM തുടങ്ങുന്നു. അപ്പോൾ SMIM നാഷണൽ, അവിടെ ജനിച്ചു വളർന്ന സ്റ്റുഡൻസ് മാത്രമാണ് SMIM-ത്തിൽ അംഗത്വമുള്ളത്. 2016 ആയപ്പോഴേക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ആരംഭിച്ചു. അത് 17, 18 ഓരോ വർഷം ചെല്ലുന്തോറും ആയിരങ്ങൾ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടെത്താൻ തുടങ്ങി. 2022 ഏകദേശം ഒരു 10,000 സീറോ മലബാർ യൂത്ത് നമ്മുടെ ഈ സീറോ മലബാർ എപ്പാർക്കി ഓഫ് മിസിസാഗയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രൂപതയുടെ തുടർന്നുള്ള വളർച്ചയിലെ ഈ മക്കളെ കർത്താവ് പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവർ തന്നെ സംഘടിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് അച്ഛന്മാരെ നിയമിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം അവർ തന്നെ ചെയ്യാൻ തുടങ്ങി. അതിനെ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു സംഘടനയുണ്ട്, ഷെപ്പേഴ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഇടയന്മാർ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ വിശ്വാസം വളർത്തുന്നതിനും പങ്കുവയ്ക്കുന്നതിനും വിശ്വാസം ആഘോഷിക്കുന്നതിനും വേണ്ടിയിട്ട് അൽമായ മിഷണറി മുന്നേറ്റമാണ് ഈ സംഘടന. അവർ ചെറിയൊരു തുകകൾ സംഭാവന നൽകി. അതുകൊണ്ട് ചെറിയ സ്ഥലങ്ങളിൽ അച്ഛന്മാരെ വയ്ക്കുവാനും അച്ഛന്മാരുടെ ശുശ്രൂഷയിലൂടെ കമ്മ്യൂണിറ്റി വളർത്തുവാനും സാധിച്ചു. അപ്പോൾ ദൈവജനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. അവരെ എത്രമാത്രം നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ, എത്രമാത്രം അവരെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അത്രമാത്രം സഭ വളരും. പിതാവേ, സീറോ മലബാർ സഭ കാനഡയിൽ വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രവാസികളും അതുപോലെ സ്റ്റുഡൻസുമാണ് വന്ന്. ഇവർ എപ്രകാരമാണ് സഭയുടെ വളർച്ചയിൽ പങ്കുകാരാകുന്നത്? ഞാൻ കാനഡയിലെത്തിയ അന്നു മുതൽ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങാനും ജനങ്ങൾ എവിടെയാണ്, ആരാണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. 2015 സെപ്റ്റംബർ 19 എക്സാർക്കേറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാ മെത്രാന്മാരും തിരിച്ചു പോയിരുന്നു. ഞാൻ ചിന്തിച്ചു, ഈ ജനം എവിടെയാ, ഇവരുടെ അടുത്ത് എങ്ങനെ എത്തും? $10 തികച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഈ കാനഡയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ദൈവജനത്തെ ഞാനിവിടെ ഒരുമിച്ച് കൂട്ടും. അച്ഛന്മാരില്ല, ഒരു സംവിധാനമില്ല. എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയുടെ ഓർമ്മ വന്നു. ഒരു പാലക്കാട് ആയിരുന്ന സമയത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സുഹൃത്തെ, എനിക്ക് നമ്മുടെ ദൈവജനത്തിൽ നിന്ന് കാണണമെന്നുണ്ട്, എന്നെ സഹായിക്കാമോ? അവരെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, പിതാവിൻ്റെ ജേർണി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരും, എന്നൊക്കെ പോകാൻ പറ്റും. ഞാൻ ഡേറ്റുകൾ കൊടുത്തു. അദ്ദേഹം കുറേ ടിക്കറ്റുകളൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അതനുസരിച്ച് ഞാൻ യാത്ര തുടങ്ങി. ഏകദേശം 1 മാസം എടുത്തു ഞാൻ ഈ ദൈവജനത്തെ ദൈവത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്താനുള്ള പരിശ്രമം. ഒടുവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലന്ന് അന്തിയുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് പോരാൻ നേരത്ത് ചോദിച്ചു, ആ ബില്ല് തരികയാണെങ്കിൽ പൈസ ഉണ്ടാകുമ്പോൾ തരാം. അദ്ദേഹം പറഞ്ഞു, പിതാവിൻ്റെ പൈസ ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത്തവണത്തെ യാത്ര എൻ്റെ വക ഡൊണേഷൻ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഒത്തിരി വ്യക്തികളുടെ വിയർപ്പിൻ്റെ വിലയാണ് ഇന്ന് നമ്മൾ കാണുന്ന സഭയും സംവിധാനങ്ങളുമൊക്കെ. നമ്മളുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ളവിടെ നിൽക്കുമ്പോൾ ഈ ദൈവജനത്തിൻ്റെ വിലയും നിലയുമൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഈ ദൈവജനമാണ് വാസ്തവത്തിൽ സഭയുടെ എല്ലാം. ഈ ദൈവജനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്ലാനുകളും പദ്ധതികളും ഒരുക്കുന്നത്. പാർട്ടിസിപ്പേറ്ററി പാസ്റ്റർ പ്ലാൻ എൻ്റെ വലിയൊരു സ്വപ്നമാണ്. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് ആശയവിനിമയം ചെയ്ത് അവരുടെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും നമ്മൾ കൂട്ടിയിണക്കി അജപാലിൻ്റെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ആണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അത് എൻ്റെ പദ്ധതിയല്ല, ദൈവജനത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും കൂട്ടിയിണക്കി വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പിതാവെ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സാന്നിധ്യത്താൽ ഇതിനോടകം തന്നെ കാനഡ സമ്പന്നമാണ്. അതുപോലെ സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനവും വളരെ ശ്രദ്ധേയമാണ്. ഭാവി വാഗ്ദാനമായ ഈയൊരു യുവതലമുറ സഭയ്ക്ക് എന്തുമാത്രം മുതൽക്കൂട്ടാണ് എന്നാണ് പിതാവ് ചിന്തിക്കുന്നത്?
അതുപോലെ യുവജനങ്ങളുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായി സഭ നിർവഹിക്കുന്ന ചില കാര്യങ്ങളും സമീപ ഭാവിയിൽ യുവജനങ്ങൾക്ക് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളും പിതാവൊന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം മിസ്സാഗ രൂപതയിൽ ഇന്ന് 10ഓളം മിഷൻ സെൻറ്റേഴ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുണ്ട്. ഞാൻ സഡ്ബറി എന്ന ഒരു സ്ഥലത്ത്, ടൊറോണ്ടോയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്ത് പുതുതായിട്ട് മിഷൻ സെൻറ്റർ തുടങ്ങി. അവിടുത്തെ ലാറ്റിൻ ബിഷപ്പും കൂടെയുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പൊതുസമ്മേളനം നടത്തുകയാണ്. കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? രൂപതയിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞത് നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നതാണ്. പിതാവേ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഒരു സീറോ മലബാർ കുർബാന ചെലുത്താൻ പറ്റും. ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ബിഷപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ ബിഷപ്പ്, സത്യം പറഞ്ഞാൽ ആ ബിഷപ്പിൻ്റെ ബോഡി ലാംഗ്വേജ് അപ്പോൾ നോക്കേണ്ടതായിരുന്നു, ശ്രദ്ധിക്കേണ്ടായിരുന്നു. പിതാവ് പറയായിരുന്നു, ആദ്യമായിട്ടാണ് യുവാക്കൾ തങ്ങൾക്ക് കുർബാന വേണമെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. ആ ബിഷപ്പ് പറയുന്നത്, യുവജനങ്ങൾ തങ്ങൾക്ക് കുർബാന വേണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതെന്ന്. ഇത് ഒരു അനുഭവമല്ല, ഒരു സ്ഥലത്തെ അല്ല, ഒരു കുട്ടിയുടെ അനുഭവമല്ല. അതുപോലെ തന്നെ ഈ ആത്മായസങ്ങളുടെ മുതിർന്നവർ അച്ഛന്മാരുടെ ഒപ്പവും ഒരുപക്ഷെ അച്ഛന്മാരുടെ മുമ്പേ ഓടി ഇവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒത്തിരി ആത്മായ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛന്മാരുടെ ഒരു എൻകറേജ്മെൻ്റാണ് ഇവർക്ക് ആവശ്യമുള്ളത്. ഇവർ പറയുന്നുണ്ട്, അച്ഛന്മാർ ആത്മീയ ശുശ്രൂഷകൾ, ഞങ്ങൾക്ക് കുർബാന കുമ്പസാരം അങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യും, ഭൗതിക കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആവശ്യം. അപ്പോൾ അച്ഛനും ദൈവജനം അൽമാരും ഒക്കെ കൈകൾ കോർത്ത് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഭ, ഒരു കൂട്ടായ്മയുടെ സഭ. ഇതല്ലേ ഫ്രാൻസിസ് പാപ്പ പറയുന്ന സിനഡാലിറ്റി, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഭ. പിതാവേ, അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഒരു ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായിട്ട് സഭ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ പിതാവ് പറഞ്ഞു. ഇതിനകത്ത് യുവജനങ്ങൾക്ക് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? രൂപത അസംബ്ലി, ആദ്യത്തെ അസംബ്ലി ഈ നവംബർ മാസം 2nd വീക്കിൽ നടന്നു. അതിൻ്റെ ഫോക്കസ് ബി എ മിഷൻ ആൻഡ് ബിൽഡ് ദ ചർച്ച് എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരുന്നത് ഈ യുവജനങ്ങൾക്കാണ്. യുവജനങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു അസംബ്ലി സംഘടിപ്പിക്കാൻ അവിടെ തീരുമാനമുണ്ടായി. ഈ യുവജനങ്ങളിൽ നിന്ന് തന്നെ നാളെ അവിടത്തേക്ക് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ പഠനത്തിനും ഇവരുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് പറ്റുന്ന വിധത്തിലുള്ള സെൻറ്റേഴ്സ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായി. അതുപോലെ ഗവൺമെൻറ് തലത്തിലും മറ്റു മേഖലകളിലും ഒക്കെ ഉള്ള ഇവരുടെ ജോലി സാധ്യത കണ്ടെത്തുന്നതിനുള്ള മറ്റ് ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തു വരുന്നു. ബ്യൂട്ടിഫുൾ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, അവിടേക്ക് ആയിരക്കണക്കിന് യുവജനങ്ങൾ ഓരോ വർഷവും ഓരോ ഇൻടേക്കിലും വരുന്നു. ജാനുവരി, മെയ് ആൻഡ് സെപ്റ്റംബർ 3 ഇൻടേക്കാണുള്ളത്. ആയിരക്കണക്കിന് യുവജനങ്ങളാണ് വരുന്നത്. ഇവരെ സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ താങ്ങും തണലുമായി നിൽക്കാനാണ് ഞങ്ങളിന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അംഗസംഖ്യ ഇത്ര കൂടുതലായതുകൊണ്ട് എല്ലാവരും റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആണ് നമ്മളുടെ കേരളത്തിലെ മാതൃസഭയുമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യമുള്ളത്. സിനഡിൽ ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു. ഈ കുട്ടികളെ പറഞ്ഞയക്കുന്ന രൂപത സെൻഡിങ് ചർച്ച്, റിസീവിങ് ചർച്ച്, ഞങ്ങളുടെ പോലെയുള്ള കാനഡ, ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ രൂപതകൾ. അപ്പോൾ അയക്കുന്ന സഭയും സ്വീകരിക്കുന്ന സഭയും കൈകോർത്തുകൊണ്ട് ഇൻഫർമേഷൻസ് കൈമാറി ഈ കുട്ടികൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അവിടെ ഏത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങും, ഏത് കോളേജിൽ ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നു, ഇവരുടെ അക്കോമഡേഷൻ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇവർക്ക് പാർട്ട് ടൈം ജോലിക്ക് സാധ്യതകളുണ്ടോ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടെത്തുവാനുള്ളൊരു പരിശ്രമത്തിലാണ് ഇന്ന് ഞങ്ങൾ. കാരണം ഇന്ന് സീറോ മലബാർ ചർച്ച് ഒരു ആഗോള സഭയായി മാറിയിട്ടുണ്ട് എങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കേരളത്തിൽ നിന്ന് ജനം പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ട് കാര്യമില്ല. ഈ ജനം പോകുന്നത് മറ്റൊരു രൂപതകളിലേക്കാണ്. അപ്പോൾ ആ രൂപതകൾ വേണ്ട വിധത്തിൽ ഇവരെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം കേരള സഭയും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള രൂപതകളും തമ്മിൽ കൈകോർത്തുകൊണ്ട് ഇവരെയൊക്കെ സഹായിച്ച് വളർത്തിക്കൊണ്ടുവരാനാണ് ഇന്ന് സഭ കൂട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
പിതാവേ, ബാലാരിഷ്ടതകളൊക്കെ പിന്നിട്ട് മുന്നേറുന്ന മിസ്സിസാഗ രൂപത 10ാം പിറന്നാളിൻ്റെ പടിവാതിലിലേക്ക് എത്താൻ പോകുന്ന നാളുകളാണ് അല്ലേ? വളർച്ചയുടെ ഈ നാൾ വഴിയിൽ ഒരു സുപ്രധാന പടവിലേക്ക് അടുക്കുമ്പോൾ രൂപത സമൂഹത്തിനായി അങ്ങയുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ടായിരിക്കും. അത് എന്തൊക്കെയാണെന്ന് പിതാവ് പറയാം? ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം മക്കൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവുമല്ലോ. അതുതന്നെയാണ് എനിക്കും. ഈ രൂപത കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൂചിപ്പിച്ച പോലെ, ഇതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യത്തെ എപ്പാർക്കിൽ അസംബ്ലി നടത്തി. അസംബ്ലി ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ കൗമാരത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളായിരുന്നു. നമ്പർ 1, യുവജനങ്ങൾക്ക്, അത് യുവജനങ്ങളുടെ കാര്യം പറഞ്ഞു, അവർക്ക് വേണ്ടി തന്നെ ഒരു അസംബ്ലി ക്രമീകരിക്കുക. മറ്റൊന്നാണ് ഫാമിലി റിന്യൂവൽ പ്രോഗ്രാംസ്, എൻറിച്ചിങ് ദ ഫാമിലി. കാരണം ഇന്ന് കുടുംബത്തെ തളർത്തുന്ന ഒത്തിരി തിന്മയുടെ ശക്തികൾ ലോകത്തിന് എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലുള്ള അറിയാമല്ലോ. അപ്പോൾ ആ പാരൻസിന് ഒരു പ്രോപ്പർ പാരൻറ്റിങ്ങിന് അവരെ സഹായിക്കുക എന്നുള്ള പറയുന്ന സഭയുടെ വലിയൊരു ആവശ്യമാണ്. മറ്റൊന്നാണ് സീനിയർ കെയർ. സീനിയേഴ്സ് ആരും പ്രായമാകുന്നതനുസരിച്ച് സ്വന്തം വീട്ടിൽ താമസിക്കുക സ്വാഭാവികമായിട്ടില്ല. അവർക്ക് കെയർ ഹോമുകളിലേക്ക്, സീനിയർ ഹോമുകളിലേക്കൊക്കെ പോകണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കിഷ്ടപ്പെടുന്ന ആഹാരം, അവർക്കിഷ്ടപ്പെടുന്ന അവരുടേതായ ആരാധനക്രമം, അവരുടേതായ ജീവിതശൈലി തുടരാൻ പറ്റുന്ന വിധത്തിലുള്ള സീനിയർ ഹോമുകൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വലിയ സ്വപ്നമാണ്. കാരണം അവരൊക്കെ വളർത്തിയ ചെറിയ ആ തൈയാണ് ഇന്ന് വളർന്ന് എക്സാർക്കേറ്റായി പാർക്കിയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിലുള്ളൊരു സീനിയർ ഹോമല്ല. മക്കളുടെ വഴിക്ക് പോകുന്നു, പേരൻസ് എഴുതി തള്ളുന്ന സഭ സംരക്ഷിത സാഹചര്യം. നോ. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു പക്ഷേ പ്രായമായ പേരൻസിനോടൊപ്പം മക്കൾക്ക് എന്നും ജീവിക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ പേരൻസിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനും ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിലൊന്നെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടാനും, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും, ഒരുമിച്ച് ഉല്ലസിക്കാനും, അങ്ങനെ അവരുടെ ആ ഫാമിലി സ്പിരിറ്റ് നിലനിർത്തത്തക്ക വിധത്തിലുള്ള ലോങ് ടേം കെയർ സീനിയർ ഹോമുകളൊക്കെ ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ട്. പിന്നെ മറ്റു വലിയ സ്വപ്നമാണ് എൻകറേജിങ് ഒക്കേഷൻ ഫോർ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് റിലീജിയസ് ലൈഫ് ഫ്രം കാനഡ. കാരണം അവിടെ വളർന്നു വരുന്ന മക്കൾക്ക് ആവശ്യമായ പാസ്റ്റർ കെയർ കൊടുക്കാൻ അവിടുത്തെ മക്കളെ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം. മണ്ണിൻ്റെ മണമുള്ള എന്നൊക്കെ പറയുന്നത് ആ വിധത്തിൽ. മറ്റൊന്നാണ് നമ്മുടെ രൂപതയ്ക്ക് സ്വന്തമായി ഒരു പാസ്റ്റർ സെൻറ്ററോ ബിഷപ്സ് ഹൗസോ അല്ലെങ്കിൽ സെമിനാരിയോ ഒന്നുമില്ല. ഇതെല്ലാത്തിനും തിരിച്ച് വേറെ വലിയ ബിൽഡിങ്സ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ബിൽഡിംഗ്, അവിടെ ധ്യാനം നടക്കും, സെമിനാരി ഫോർമേഷൻ നടക്കണം, ബിഷപ്സ് ഹൗസ് ഉണ്ടായിരിക്കും, രൂപത ഓഫീസുകൾ പ്രവർത്തിക്കണം. ആ ഒരു 365 ദിവസവും യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ പർപ്പസോട് കൂടിയ ചില സംവിധാനങ്ങൾ ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. രൂപതയുടെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ടു ഫോർട്ടിഫൈ ആൻഡ് എവാഞ്ചലൈസ്. ആദ്യം ചിതറിക്കിടക്കുന്ന കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്യുക, ആരാധന സമൂഹമായിട്ട് രൂപീകരിക്കുക, എന്നിട്ട് ഈ വക സംവിധാനങ്ങൾ കൂടി അവർ ഫോർട്ടിഫൈ ചെയ്യുക, ശക്തിപ്പെടുത്തുക, അത് എവാഞ്ചലൈസേഷനിലേക്ക് നയിക്കുക. അങ്ങനെ ഒരു ടു ഫോർട്ടിഫൈ ആൻഡ് എവാഞ്ചലൈസ്, ആ ഒരു ത്രിവിധ മാനങ്ങളോട് കൂടിയ ഒരു പാസ്റ്റർ പ്ലാനാണ് ഞങ്ങളുടെ സ്വപ്നം കണ്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിതാവേ, മിസ്സിസാഗ രൂപതയുടെ അധ്യക്ഷനായി അധികം താമസിയാതെ തന്നെ കാനഡയിൽ ചിതറിക്കിടന്നിരുന്ന സീറോ മലബാർ സമൂഹത്തെ അടുത്തറിയാൻ അങ്ങ് നടത്തിയ ബൃഹത്തായ ഒരു പര്യടനത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിനോട് അങ്ങ് പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. കാനഡയിലെ സീറോ മലബാർ സമൂഹത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ ഒരു പര്യടനം എത്രമാത്രം സഹായകരമായി? ഞാൻ വാസ്തവത്തിൽ ആ പര്യടനം എന്ന വാക്കിന് പകരമായിട്ട് ഒരു പ്രേക്ഷിത യാത്ര എന്ന വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജനത്തെ അറിയാൻ, ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാൻ ആ പ്രേക്ഷിത യാത്ര എന്നെ ഒത്തിരി സഹായിച്ചു. കാരണം ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള കാനഡയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ കാണാനും കണ്ട് അറിഞ്ഞ് അവരുടെ പാസ്റ്റൽ നീഡ് എന്തെന്ന് മനസ്സിലാക്കാനും ഈ പ്രേക്ഷിത യാത്ര എന്നെ ഒത്തിരി സഹായിച്ചു. അങ്ങനെയാണ് ഇന്ന് 55
കൊച്ചു കൊച്ചു ആരാധന സമൂഹങ്ങൾ അവിടെ രൂപീകരിച്ചത്. പിന്നെ മറ്റൊന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിക്കൊണ്ടൊരു ഇവരിൽ നിന്ന് ഈ കാനഡയിൽ എത്തിയിരിക്കുന്ന നാം ഇനി ആ കാനഡ മണ്ണിലെ ദൈവജനത്തെ ജാതിമത ഭേദമന്യേ എല്ലാ സമൂഹത്തെയും ആവശ്യമായ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ, ഈവൻ രാഷ്ട്രീയ നേതൃത്വം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതാണ്. അതിനൊക്കെ നല്ല ധാർമ്മിക ബോധമുള്ള നല്ല ലീഡേഴ്സ് നമുക്ക് രൂപീകരിച്ച് കൊണ്ടുവരണം. അതിനുള്ള കഴിവുള്ള വ്യക്തികളൂടെ ഉണ്ട്. ഇതെല്ലാം ഈ വിസിറ്റിലൂടെയാണ് ഇവരെയൊക്കെ എനിക്ക് കാണാനും മനസ്സിലാക്കാനും ഇവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കാനും നീഡ് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. പിതാവേ, അങ്ങയുടെ അഭിപ്രായത്തിൽ പ്രേക്ഷിത തീക്ഷ്ണതയാൽ സമ്പന്നമായ സീറോ മലബാർ സഭയിൽ നിന്ന് കാനഡയിലെ പാശ്ചാത്യ സഭ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു? ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് എന്തുമാത്രം സാധിച്ചു? അവിടുത്തെ ലത്തീൻ സഭയ്ക്ക് നമ്മോടുള്ള ഒരു സമീപനത്തെക്കുറിച്ചും അവരുടെ ഒരു പിന്തുണയെക്കുറിച്ചും ഒക്കെ പിതാവൊന്ന് പങ്കുവയ്ക്കാമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഫ്രേസ് ഉണ്ട്. കാത്തലിക് ചർച്ച് ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്റ്റ് വൺ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ചർച്ചസ്. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് ഇത്. വാസ്തവത്തിൽ എനിക്ക് കാനഡയിൽ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ 59 ലാറ്റിൻ രൂപതകളുണ്ട്, 12 പൗരസ്ത്യ സഭകളുടെ രൂപതകളുണ്ട്. ഈ എല്ലാ രൂപതകളുമായിട്ട് നല്ല വ്യക്തിബന്ധത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. കാനഡയിലെ രൂപതകൾ 4 റീജിയനായിട്ട് തിരിച്ചിരിക്കുന്നത്. ഓരോ റീജിയനും വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടും. നമ്മുടെ കമ്മ്യൂണിറ്റി കാനഡ മുഴുവൻ ഉള്ളതുകൊണ്ട് എനിക്ക് 4 റീജിയനിലും പലപ്പോഴും പല വർഷം സംബന്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ കാനഡ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഉണ്ട്. എല്ലാ ബിഷപ്സും ഒരുമിച്ച് കൂടും. ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാസ്റ്റർ സിസ്റ്റമാണ് പാസ്റ്റർ കൊളാബറേഷൻ. ഈ ലാറ്റിൻ രൂപതകളിലും പല രൂപതകളിലും അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ സീറോ മലബാർ അച്ഛൻ ബൈറിച്വൽ ഫാക്കൽറ്റിയിലൂടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയും സീറോ മലബാർ കമ്മ്യൂണിറ്റിയും ആവശ്യമായി പാസ്റ്റർ കെയർ കൊടുക്കും. ഇപ്പോൾ ഒരു 6-7 രൂപതകളിൽ നിന്ന് ഇതുപോലെ പാസ്റ്റർ കൊളാബറേഷനുള്ള റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. അത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ചിരുന്നു. ഇപ്പോൾ ലാറ്റിൻ ബിഷപ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് ലാറ്റിൻ ബിഷപ്സാണ് നമ്മോട് ചോദിക്കുന്നു, ക്യാൻ യു പ്രൊവൈഡ് എ പ്രീസ്റ്റ്? കാരണം നമ്മളുടെ അച്ഛന്മാർ പൊതുവെ ഹാർഡ് വർക്കിംഗ് ആണ്, ടു ബി ഫ്രാങ്ക്. അപ്പോൾ ഒരു രൂപതയിൽ ഒരു പാരിഷിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായ ഇഫക്റ്റ് അവിടെ ഉണ്ടാകും. അത് കണ്ടു മനസ്സിലാക്കുന്ന ബിഷപ്സാണ് നമ്മുടെ അച്ഛന്മാർ ചോദിക്കുന്നതും. അങ്ങനെ ഒരു കമ്പൈൻഡ് വർക്ക് അവിടെ നടക്കുന്നുണ്ട്, പാസ്റ്റർ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. പിതാവേ, ലോകം മുഴുവൻ മീഡിയയുടെ ഒരു വലിയ സ്വാധീനത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഷാലോം മീഡിയ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പിതാവിൻ്റെ ഒരു ചിന്ത പങ്കുവയ്ക്കാമോ? ഇന്ന് മീഡിയയാണ് വാസ്തവത്തിൽ ജനത്തിൻ്റെ ചിന്തയെ നയിക്കുന്നത്, ജനത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും. ഷാലോം ഇന്ന് വാസ്തവത്തിൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇറ്റ്സ് എ നമ്പർ 1 എവാഞ്ചലൈസേഷൻ ടൂൾ. ദൈവത്തിൻ്റെ ഒരു ചാനലാണ്. ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഈ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷാലോം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചതാണ്. So I congratulate the entire missionary activity or evangelization activity of Shalom Mission. I pray for the team members, their committed efforts, their tireless hard work. ഇത് കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് ഷാലോമിനെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടും ഷാലോമിനെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടും പ്രാർത്ഥന കൊണ്ട് സഹായിച്ചുകൊണ്ടുമൊക്കെ ഈ മിഷനിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം ഷാലോം മിഷൻ പ്രവർത്തകരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാ ദൈവകൃപയോടും നേരുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. അമേൻ. പിതാവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ഏതൊരു ഇടയനെ സംബന്ധിച്ചും അവരുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് അവരുടെ ഏറ്റവും വലിയ ബലം.
പിതാവിൻ്റെ കാനഡയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഷാലോം മിഷനറീസിൻ്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും നമുക്ക് നേരാം. വോയിസ് ഓഫ് ദി ചർച്ചിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇടയനുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Until then, thank you. Thank you very much. May God bless you all.